ഭൂട്ടാൻ വാഹനക്കടത്ത് അന്വേഷണത്തിന്റെ ഭാഗമായി ഫസ്റ്റ് ഓണർ വാഹനം പിടികൂടിയ കൊച്ചിയിലെ വർക്ക്ഷോപ്പിൽ നിന്നും SS ശരൺ ചേരുന്നു. 2 ആഴ്ച മുമ്പാണ് ലാൻഡ് ക്രൂയിസർ കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചത്. SS ശരൺ വിവരങ്ങളുമായി. ശരൺ ഇപ്പോൾ വർക്ക്ഷോപ്പിലുണ്ട്. എന്താണിപ്പോൾ ഈ ലാൻഡ് ക്രൂയിസറുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരം? അവിടുത്തെ ആളുകളോട് സംസാരിച്ചോ? സ്മൃതി, ഇന്നലെയാണ് ഓപ്പറേഷൻ നംകോന്റെ ഭാഗമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പരിശോധന. ശരണിലേക്ക് വരാം. ശരൺ പറയുന്നത് കേൾക്കുന്നില്ല. ഇപ്പോൾ ഭൂട്ടാൻ വാഹനക്കടത്ത് അന്വേഷണത്തിന്റെ ഭാഗമായി ഫസ്റ്റ് ഓണർ വാഹനം പിടികൂടിയ കൊച്ചിയിലെ വർക്ക്ഷോപ്പിലാണ് ശരൺ ഉള്ളത്. 2 ആഴ്ച മുമ്പാണ് ലാൻഡ് ക്രൂയിസർ കുണ്ടന്നൂരിലെ ഈ വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചത്. എങ്ങനെയാണത് എത്തിച്ചത്? ആരാണ് ഇതിന് പിന്നിൽ? വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അത് കേരള രജിസ്ട്രേഷൻ ആക്കാനുള്ള നീക്കം എന്നുള്ള സൂചനകളുമുണ്ട്. അമിത് ചക്കാലക്കലിനെ വീണ്ടും കസ്റ്റംസ് ചോദ്യം ചെയ്യുമെന്നുള്ള സൂചനകളുമുണ്ട്. ശരൺ, ഇപ്പോൾ ആ വർക്ക്ഷോപ്പിൽ നിന്ന് നമുക്ക് നൽകാൻ വിവരങ്ങൾ എന്താണ്? ഈ വാഹനം ഫസ്റ്റ് ഓണർ വാഹനം പിടിച്ചെടുത്തിരുന്നത് അത് മൂവാറ്റുപുഴ സ്വദേശിയായ മാഹിന്റെ പേരിലാണെന്നുള്ളത് കണ്ടെത്തിയിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ നമുക്കൊപ്പം ഈ വർക്ക്ഷോപ്പിന്റെ ഉടമകൾ തന്നെ ചേരുകയാണ്. എപ്പോഴാണ് ഈ വാഹനം എത്തിച്ചത്? 2 ആഴ്ചക്ക് മുമ്പാണ് വണ്ടി ഇവിടെ വന്നത്. 2 ആഴ്ച മുമ്പാണ്. എന്തൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടത്? അവർക്കത് ബോഡി ഫുൾ കളർ ചേഞ്ച് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ബ്ലാക്ക് കളറിലോട്ട് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. വൈറ്റ് ആയിരുന്നു, ബ്ലാക്കിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. ഈ കൊണ്ടുവന്ന ആരാണ്? അതൊരു നിതിൻ എന്ന് പറഞ്ഞ ഒരു പയ്യനാണ്. ഇതാരെങ്കിലും കൊടുത്തു വിട്ടെന്നാണോ? എന്താ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പുള്ളി ഒരു നോർമലി സാധാരണ ഒരാൾ വിളിച്ചിട്ട് വണ്ടി വർക്കിന് വരുന്ന പോലെ തന്നെ പുള്ളി വന്നു. ഇവിടെ വർക്ക് പുള്ളിയുടെ ഉള്ള രീതിയിൽ തന്നെ സംസാരിച്ചു. ഞങ്ങൾക്ക് വർക്കിന് ഇട്ടിട്ട് പോവുകയായിരുന്നു വണ്ടി. ഈ കളർ ചേഞ്ച് അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇല്ല, വേറെ മോഡിഫിക്കേഷൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റിയൊരു നീക്കം കൂടി നടക്കുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയിരുന്നു. അപ്പോൾ കസ്റ്റംസിന് കിട്ടിയിരുന്നു? നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. വേറൊന്നും പറയുന്നുണ്ടായിരുന്നു? ഇല്ല, അത് പറയുന്നില്ല. ഈ സാധാരണ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വരുമ്പോഴേ നിങ്ങളുടെ എന്തെങ്കിലും ഇതുണ്ടാവോ? ഈ RC ഒക്കെ RC ചോദിച്ചിരുന്നു. അപ്പോൾ RC പ്രോസസ്സിങ്ങിലാണെന്ന് പറഞ്ഞത് അവർ. ഞങ്ങളങ്ങനെ RC അങ്ങനെ ആവശ്യം വരാറില്ല. കളർ ചേഞ്ച് ചെയ്യുമെന്ന് പറയുമ്പോൾ ഏത് കളറിലോട്ട് മാറ്റുന്നവർ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അവരൊരു സജഷൻ പറയും ആ ബ്ലാക്കിലോട്ടാണ്. പക്ഷേ അതിനു മുന്നേ നമ്മൾ പറയും ഇത് MBDയിൽ പോയിട്ട് അപ്രൂവൽ വാങ്ങിക്കണം. അവർ പറയുമ്പോൾ ഓൺലൈനിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിന് സമയമെടുക്കും, നിങ്ങൾ പണി തുടങ്ങിക്കോ, പണി തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ എത്തിക്കാമെന്ന് പറയും. അങ്ങനെ പല കസ്റ്റമേഴ്സും പറയാറ്. ഇത് ഞങ്ങൾ അങ്ങനെയാണെന്ന് വിചാരിച്ചത്. ഇത്രയും അങ്ങനെ ഒരു പ്രശ്നം വരുന്ന ഒരു വാഹനമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഈ കസ്റ്റംസുകാർ വന്ന് പരിശോധന നടത്തി പിടിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ടല്ലോ, അപ്പോൾ എന്താ അവരും പറഞ്ഞു? അവർ പറഞ്ഞത് ഞങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ട വണ്ടിയാണ്, ഞങ്ങളത് CC ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു കസ്റ്റമറിനെ ഇൻഫോം ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വിളിച്ചോളാം കസ്റ്റമറിനെന്ന് പറഞ്ഞു. അങ്ങനെ വിവരങ്ങൾ തേടി അവർ അന്വേഷിക്കുന്നുണ്ട്. ഇതിലെന്താണ് ഈ കൊണ്ടുവന്ന ആളെ വേറെന്തെങ്കിലും എപ്പോഴാണ് ഈ വാഹനം വാങ്ങിയെന്നോ സംബന്ധിച്ച് എന്തെങ്കിലും? ഇല്ല, അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് ഞങ്ങൾ അറിയില്ല. ഇത് സ്വന്തം വണ്ടിയാണെന്നുണ്ടല്ലോ കൊണ്ടു, ഞങ്ങൾക്ക് അറിയില്ല വണ്ടി എപ്പോൾ വാങ്ങിച്ചെന്നോ എങ്ങനെ വാങ്ങിച്ചെന്നോ ഞങ്ങൾക്ക് അറിയില്ല. സ്വന്തം വണ്ടിയാണെന്നുകൊണ്ട് കൊണ്ടുവരുന്നു, ഒരു പണിക്ക് കയറ്റുന്നു, നമ്മൾ പണി ചെയ്ത് കൊടുക്കുന്നു. വേറെ ഇതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ ആഡംബര കാറുകളൊക്കെ ഇവിടെ കൊണ്ടുവരാറുണ്ടോ? ഇല്ല, അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വണ്ടി ഇവിടെ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ചോദിച്ചില്ല? അല്ല, അതിനെപ്പറ്റി ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെ നമുക്കങ്ങനെ സംശയമില്ലല്ലോ ഈ വണ്ടിനെ പറ്റിയിട്ട്. അങ്ങനെ ഞങ്ങളങ്ങനെ അധികം എടുക്കാറില്ല. ഈ ഒരു വണ്ടി നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത്, ഇത്രയും പഴയ വണ്ടി. അതല്ലാതെ ഇത്രയും പഴയ വണ്ടി നമ്മളുടെ ഒരു വണ്ടി പോലും ഇല്ല അങ്ങനത്തെ വർക്കുകൾ ചെയ്യുന്നത്. പഴയ വണ്ടികൾ വരാറുള്ളത് വളരെ കുറവാണ്. ഇപ്പോൾ ഈ ഇത്ര 2010 മോഡലൊക്കെ വരുന്ന വളരെ കുറവാണ്. ഞങ്ങൾ പുതിയ വണ്ടികളെ കൂടുതലും ചെയ്യുന്നത് വർക്ക്. എന്തായാലും വർക്ക്ഷോപ്പിന്റെ ഉടമകൾ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 ആഴ്ച മുമ്പാണ് ഈ വാഹനം ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അത് 92 മോഡൽ ലാൻഡ് ക്രൂയിസർ വാഹനമായിരുന്നു. ആ വാഹനം കൊണ്ടുവന്നിട്ട് വെള്ള കളറായിരുന്നു, അത് ബ്ലാക്ക് കളറാക്കി മാറ്റണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. അത് സംബന്ധിച്ചുള്ള പണികളിലേക്കാണ് വർക്ക്ഷോപ്പ് കടന്നിരുന്നത്. ഇതിനിടയിലാണ് കസ്റ്റംസ് സംഘം ഇവിടേക്ക് എത്തുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കസ്റ്റംസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ മാഹിൻ, അതായത് മൂവാറ്റുപുഴ സ്വദേശിയായ മാഹിനാണ് ഈ വാഹനം വാങ്ങിയെന്നുള്ളത്, മാഹിന്റെ പേരിലാണ് ഈ വാഹനം എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ മേൽവിലാസം, അതായത് RC രജിസ്ട്രേഷൻ, അത് വ്യാജമായിരുന്നു എന്നുള്ളത് നേരത്തെ കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെ ഇത് കൊണ്ടുവന്ന ആൾ, അതായത് പത്തനംതിട്ട സ്വദേശിയായ ഇതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചപ്പോഴാണ് ഇത് മൂവാറ്റുപുഴ സ്വദേശിയായ മാഹിന്റെ വാഹനമാണെന്നുള്ളത് കണ്ടെത്തുകയും ഇപ്പോൾ ഇയാൾക്ക് സമൻസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ശരി, SS ശരണാണ് വിവരങ്ങൾ നൽകിയത്.